ഡാമിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നേരം ഇരുട്ടുന്നതിന് മുമ്പേ ലക്ഷ്യസ്ഥാനം എത്തുക എന്നതായിരുന്നു ഉദ്ദേശം. യാത്രയിലെ എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് യാത്രയ്ക്കായി ബൈക്ക് തന്നെ തിരഞ്ഞെടുത്തത്. റോഡരികിൽ പൂവാകകൾ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയും ഏകദേശം 33 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം വാഗമണ്ണിലെത്താൻ. മഴ ചെറുതായി പെയ്തു തുടങ്ങി. ശക്തി കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇനിയും ഏകദേശം 26 കിലോമീറ്റർ സഞ്ചരിച്ചാലേ വാഗമണ്ണിലെത്താൻ പറ്റൂ. ഒരു ചെറിയ മഴയിൽ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇടുക്കി എന്ന് കേട്ടിട്ടുണ്ട്. യാത്രയിൽ അങ്ങിങ്ങായി മുൻപ് നടന്ന പല മണ്ണിടിച്ചിലിൻ്റെയും മുറിപ്പാടുകൾ കാണാൻ കഴിയും. വീണ്ടും മഴ ശക്തി കൂടിയിട്ടുണ്ട്. മുഴുവനായി വീഡിയോ എടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഞാൻ. കുന്നും താണ്ടി യാത്ര ചെയ്യുന്ന ഒരു KSRTC ബസ് കാണാൻ കഴിഞ്ഞു. പൊന്മുടി യാത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് KSRTC തന്നെയായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. മഴ ശക്തിയായതുകൊണ്ട് തന്നെ ഫോൺ ബാഗിൽ വെക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒത്തിരി വീഡിയോസ് എനിക്ക് മിസ്സായിട്ടുണ്ട്. വാഗമൺ മൊട്ടക്കുന്ന് എന്ന ടൂറിസം വകുപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് കണ്ടു. ഏകദേശം യാത്ര എത്താറായി എന്നുള്ള സമാധാനത്തിലാണ്. കഴിഞ്ഞ 33 കിലോമീറ്ററായി മഴ നനഞ്ഞ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഈ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിലെ വാഗമൺ കോലാഹലമേട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വീട്ടിലെത്തി കുറച്ചു നേരം വിശ്രമിച്ച് രാത്രി 8 മണിക്ക് ഇവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ ഇറങ്ങിയതാണ്.